നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകി. നിരവധി പരാതികൾ കേട്ട ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ മലിനജല പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ദ്രുതഗതിയിൽ നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. കഴിഞ്ഞ മഴക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് നിരവധി പരാതികൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന്റെ നിലം കോൺക്രീറ്റ് ഇടുന്നതിനും സമീപത്ത് അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനും ആയി ഒരു മാസത്തോളമാണ് അടച്ചിട്ടിരുന്നത്. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ബസ് സ്റ്റാൻഡ് തുറന്നു നൽകി. തൃശൂർ ഭാഗത്തുനിന്നും ഒറ്റപ്പാലം ഭാഗത്തുനിന്നുമായി 70ഓളം ബസ്സുകളാണ് ദിനംപ്രതി ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ രണ്ടാംഘട്ട നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിൽ വെച്ച് അതിന്റെ പണി പൂർത്തിയാക്കി ഇന്നത് ഉദ്ഘാടനം ചെയ്തു. രണ്ടാംഘട്ട പ്രവൃത്തിക്ക് വീണ്ടും നമ്മൾ 20 ലക്ഷം രൂപ കൂടി വയ്ക്കുന്നുണ്ട്. ഇതോടുകൂടി നഗരസഭയിൽ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന ആ ഭാഗം ടൈല് വിരിച്ച് ഉയരം കൂട്ടി ടൈല് വിരിച്ച് യാത്രക്കാർക്ക് കുറെ കൂടി സൗകര്യപ്രദമായ ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ടാണ് വീണ്ടും നമ്മൾ 20 ലക്ഷം വെച്ചത്. അത് പൂർത്തിയാകുന്നതോടുകൂടി നഗരസഭയുടെ ബസ് സ്റ്റാൻഡിലെ പ്രവൃത്തി ആളുകളുടെ സൗകര്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ആക്ഷേപമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ വർഷം വരുന്ന വർഷത്തിൽ തന്നെ ആദ്യത്തിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കണം എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നഗരസഭയുടെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് നിലവും മലിനജല ചാലും പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ചാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പൂർത്തിയാക്കിയത്. UTV ന്യൂസ്, പാലക്കാട്.